ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ നീ അവളെ പോയി വിളിച്ചിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. രണ്ടുപേരും ഒരുമിച്ച്, അല്ലാതെ നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കേറണമെന്നില്ല. മനസ്സിലായോ നിനക്ക്? അപ്പോ വേദനയുണ്ടല്ലേ? സാറല്ലേ പറയാറുള്ളത് മരവിപ്പാണെന്ന് എന്ന് പറഞ്ഞ അതെപ്പോഴങ്ങനെ അറിയിക്കോ? ഇയാൾ പിടിച്ച് ഓടിക്കുന്നേ? ആരാന്ന് പോയി നോക്കണോ? ചെല്. സാറേ, ഈ സത്യമ വരുന്നുണ്ട്. പൊന്നി കുറച്ച് വെള്ളം എടുത്തേ. എന്താ പാമേ? എന്താ ഉണ്ടായേ? കാര്യമായ എന്തോന്ന് അവിടെ നടന്നിട്ടുണ്ടല്ലോ. എന്താ നീ ഒന്നും പറയാത്തേ? എന്തു പറയാനാ രാഘവേട്ട? നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഓരോരുത്തർ വിളിച്ചു പറയുന്നു. സത്യമേ, ഈ ബന്ധം അങ്ങനെ അങ്ങ് എളുപ്പത്തിൽ മുന്നോട്ട് പോകുന്നു തോന്നില്ല. അല്ല, ശ്യാമ എന്താ പറയുന്നത്? ശ്യാമയ്ക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഡിവോഴ്സാ? രോഹിത്തിന്റെ കൂടെയുള്ള ജീവിതം അവൾക്ക് മടുത്തൂന്ന്. അതൊക്കെ ചുമ്മാ വാശിപ്പുറത്ത് പറയുന്നതാണേ. അല്ല, എന്നിട്ട് ശാരദം എന്ത് പറഞ്ഞേ? അവരെന്തു പറയാനാ? ഒരു മകൾ അവിടെ ഡിവോഴ്സ് ലെറ്ററും കിട്ടിയിരിക്കുമ്പോഴാ അടുത്തത് ഡിവോഴ്സ് വേണമെന്നുള്ള ആവശ്യവുമായിട്ട് ചെന്ന് നിൽക്കുന്നത്. അവര് കഷ്ടപ്പെട്ട് വളർത്തിയ 3 പെൺമക്കൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെന്ന് ശാരദാമ്മയ്ക്ക് ഇനി പറയാനാവില്ലെന്ന് ചുരുക്കം. ഈ പെൺകുട്ടികൾക്ക് ഇതെന്താ സംഭവിക്കുന്നേ? ഈ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും ദുരിതമൊന്നും ഇവരുടെ വാശിക്ക് മുന്നിൽ മനസ്സിലാക്കുന്നില്ലെന്ന് വേണം കരുതാനേ. മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഇവരിങ്ങനൊന്നും പറയത്തില്ലായിരുന്നല്ലോ. അഹങ്കാരമാണെന്നേ, അഹങ്കാരം. ഒരല്ലലും ഇല്ലാതെ ജീവിച്ചു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന അഹങ്കാരം. അല്ലെങ്കിൽ പിന്നെ ശ്യാമയുടെ കാര്യം തന്നെ നോക്ക്. ഈ വീട്ടില് അവൾക്ക് എന്തിന്റെങ്കിലും കുറവുണ്ടോ? ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് കൊണ്ട് വെച്ചു വിളമ്പി കൊടുത്താ പോരെ? അതിനും പറ്റില്ലെന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യാനാ? പുതിയ ജീവിതമായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലെ വന്ന് കയറിയപ്പോഴേ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കൂരയ്ക്കുള്ളിൽ സമാധാനത്തോടെ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഒരൊറ്റ മുറിയില്ലേ അച്ഛനും മക്കളും മരുമക്കളും എല്ലാരും കൂടെ ഒരുമയോടെ കഴിയുന്നതേ. അതല്ലാമേ ഇവരെ ചെന്ന് കണ്ടുപഠിക്കണം. അവിടെ അവർക്കേ വഴക്കുണ്ടാക്കാനും തമ്മിലടിക്കാനൊന്നും നേരമൊന്നുമില്ല. ജീവിക്കാനുള്ള വകതേടിയുള്ള കുടുംബത്തോടുള്ള ഓട്ടപ്പാച്ചില്ലേ, ഇതിനൊന്നും സമയം കിട്ടത്തൂല്ല. പിന്നെ ഒരു ഒത്തുകൂടുന്നത് വൈകുന്നേരങ്ങളിലോ ചിലപ്പോ നേരെ ഇരട്ടുമ്പോഴൊക്കെ ആയിരിക്കും. പിന്നെ ഉള്ള എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിച്ച് സന്തോഷവും പങ്കുവെച്ച് ഉള്ള സ്ഥലത്ത് അങ്ങ് കിടക്കും. അത് ചിലപ്പോ കൂട്ടമായിട്ട് നിലത്തായിരിക്കും കിടക്കുന്നതേ. ചിലർക്ക് പാ പോലും കാണത്തില്ല കിടക്കാൻ. പക്ഷേ അവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നത് ശാന്തി സമാധാനമൊക്കെയാ. അതാ ജീവിതം. അങ്ങനെ ആവാനൊന്നും നമ്മളെ വീട്ടിലുള്ളവർക്ക് സാധിക്കത്തുമില്ല, അവരോട്ട് ശ്രമിക്കത്തുമില്ല. കാരണം എന്താണെന്നറിയോ? മനുഷ്യന് ആവശ്യത്തിൽ കൂടുതൽ പണം വന്ന് ചേർന്നാലേ നഷ്ടപ്പെടുന്ന ഒന്നുണ്ട്, സ്വസ്ഥത. രോഹിത്തിനെ വേണ്ട, ബന്ധം വേർപെടുത്തണം, മോളെയും വിട്ടുതരില്ല. അങ്ങനെ ഡിമാൻഡുകൾ ഒരുപാട് നിരത്തിക്കൊണ്ട് വാശിയോടെ തന്നെയാ ശ്യാമ നിൽക്കുന്നത്. സത്യമേടിയം പോയപ്പോഴേ പറഞ്ഞല്ലേ അവളെ വിളിക്കാൻ പോണ്ടെന്ന്. അവൾ അഹങ്കാരം കൊണ്ട് പോയതാ. പുകഞ്ഞ കൊള്ളി പുറത്ത്. അങ്ങനെ കരുതണമായിരുന്നു. എടാ, അങ്ങനെ കരുതിയാലേ വളർന്നു വരുന്ന പപ്പിയുടെ ഭാവി എന്താകും? അച്ഛനും അമ്മയും 2 ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ആ കൊച്ചിനെ എങ്ങനെ നിങ്ങൾക്ക് സ്നേഹത്തോടെ വളർത്താൻ പറ്റും? നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പ് പോലെ നിന്നാ അതിനെങ്ങനെ സമാധാനത്തോടെ പഠിക്കാൻ പറ്റൂടാ? എടാ, നമ്മൾ മുതിർന്നവരെ പോലൊന്നും അല്ല കുട്ടികളുടെ മനസ്സേ. സങ്കടങ്ങൾ അവരെ വല്ലാതെ തളർത്തിക്കളയും.
മോളുടെ ഭാവിക്ക് വേണ്ടിയെങ്കിൽ ശ്യാമയെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരണമെന്നേ ഞാൻ നിന്നോട് പറയത്തുള്ളൂ. എടാ, ആകെ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ കിട്ടിയേക്കുന്ന കുറച്ച് നാളുകളാ. അതിങ്ങനെ വഴക്കും ബഹളമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോന്ന് നിങ്ങൾ തന്നെ പരസ്പരം സംസാരിച്ച് തീരുമാനത്തിലെത്തിയാ മതി. ഞങ്ങളായിട്ട് ഇടപെട്ടൊന്നും വരികയും വേണ്ട. എന്താടാ, അച്ഛൻ പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? അച്ഛാ, ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. അവൾ ആരെ ഈ പേടിപ്പിക്കുന്നേ? പക്ഷേ പപ്പയെ ഞാൻ വിട്ടുകൊടുക്കില്ല. മോളെ വേണം, ഒപ്പം ശ്യാമയും വേണം. നിന്റെ ഭാര്യയായിട്ടാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇനിയുള്ള ജീവിതത്തിലും അവള് തന്നെയായിരിക്കും നിന്റെ ഭാര്യ. അതിലൊരു മാറ്റം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. അവളെ ഡിവോഴ്സ് ചെയ്തും മറ്റൊരു ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ എനിക്ക് പിന്നെ ഈ വീട്ടിൽ വേണ്ട. ഇവിടെ ആ രീതിയിലൊരു പേരുദോഷം കൂടി വേണ്ട. പൈസയ്ക്ക് കുറവുണ്ടായിട്ടുള്ളൂ, കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. നീയായിട്ട് അത് ഉണ്ടാക്കാനും ഞാൻ സമ്മതിക്കില്ല. അവളുടെ വാശിക്ക് മുന്നിൽ കീഴടങ്ങണമെന്നാണോ സത്യമാ പറയുന്നേ? എടാ, ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ മാറുമ്പോ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോവാ. പൊട്ടിപ്പോയ ബട്ടൺസേ രണ്ടാമത് തുന്നി പിടിപ്പിക്കുക വേണ്ടത്, അല്ലാതെ ഷർട്ട് അപ്പാടെ ചവറ്റുകുട്ടികൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. എടാ, ജീവിതവാ, പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പരിഹരിച്ച് മുന്നേറി പോകുമ്പോഴാ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതമാകുന്ന കഥയിലെ ഹീറോ ആവുന്നത്. അല്ലെങ്കിലേ നമ്മൾ വെറും സീറോ ആയിട്ട് മാറും. സീറോ, മനസ്സിലായില്ലേ? അങ്ങനെ വിലയില്ലാത്തവനായി ജീവിക്കുന്നതാണോ വിലയോടുകൂടി ജീവിക്കുന്നതാണോ നല്ലതെന്ന് നീ ഒന്ന് ചിന്തിക്ക്. എടാ, ഒരിക്കൽ ചുവപ്പ് മഷി വീണാലേ അത് മായ്ക്കാൻ പേപ്പറിലായാലും ജീവിതത്തിലായാലും വലിയ പാടാ. നീ ഒന്ന് ചിന്തിക്ക്, എന്നിട്ട് അവളെ പോയി വിളിച്ചോണ്ട് വാ. ആ പിന്നെ നീ അവളെ പോയി വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറിയാ മതി. രണ്ടുപേരും ഒരുമിച്ച്, അല്ലാതെ നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറണമെന്നില്ല. മനസ്സിലായോ നിനക്ക്? എടാ, ചില സമയത്തെ ഭാമ എനിക്ക് ഭാര്യ മാത്രമൊന്നും ആയിരുന്നില്ല, എന്റെ ടീച്ചറും കൂടായിരുന്നു. ആ ശിക്ഷണം കൊണ്ടാവാം ഞങ്ങളിങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ടേ ഒത്തൊരുമിച്ച് അങ്ങ് പോകുന്നതേ. ഒരമ്മ എന്ന നിലയിൽ നീ അവളുടെ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് ശിക്ഷണം തന്ന ടീച്ചർ എന്ന നിലയിൽ നീ ആ വാക്കുകൾ കേൾക്കണം. കാരണമേ അതെന്നെ ഞാനാക്കിയ വാക്കുകളാ. എടാ, അതൊരിക്കലും തെറ്റില്ല. എടാ, അതിന് തെളിവേ നീ ഞാൻ തന്നെടാ. ആ